എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലങ്ങളായിട്ട് ഞാനിവിടെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ കാനഡയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാനഡയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവവാസങ്ങളെ പറ്റിയും ഇവിടുത്തെ കുറച്ച് നിയമങ്ങളുടെ മാറ്റങ്ങളെ പറ്റിയും അതെങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തെപ്പറ്റിയും അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന കാര്യത്തെപ്പറ്റിയും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിവുണ്ട്, കാരണം ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വീഡിയോസ് അവിടെ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. Stolen Ford Bronco in a Tim Hortons drive-thru tries to escape police by driving over the cruiser that has boxed him in. Watch closely as the Bronco mounts the cruiser. An officer jumps out and rolls on the pavement to avoid getting crushed. Peel police officers with guns. Make a 4 counter, not a 1 counter. You don't want to miss your 1 ball. Just start. I'm just doing it if you guys start. Pulse आ गई, pulse है. Kindly please put your phones away. We're gonna deal with it. Okay, thank you. You don't understand what is going on. You don't understand the sentiments of these kids. I know. That's another thing. You can see that. It's crazy, you know. We can When walk we this take whole you thing, you know. we take you to a baseball game and then you will realize that how it feels. Let's take you to NHL game and make you feel like that. Since 2020, there has been a threefold increase in the migration of Indians to Canada, and they are now approaching the per million mark. This is what Toronto looks like now. Not a Canadian in sight. When you came to Canada to study, but you that they're all Indians. Stop being racist. Why did they all get jobs? And why did they Canadians? Because you guys don't work. That's why we get the jobs. What? The rich. ആ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കാനഡയിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്ന കുറേ ആൾക്കാർ, എല്ലാവരും പറയുന്നില്ല, കുറേ ആൾക്കാർ അവർ പട്ടാപ്പകൽ കാനഡയുടെ നിയമങ്ങൾ ലംഘിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് കാനഡ അനുവദിച്ച് തന്നിരിക്കുന്ന ഫ്രീഡം അത് മിസ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഭീകരത, പബ്ലിക്കായിട്ട് ഭീകരത സൃഷ്ടിക്കുന്നു. കാരണം നമുക്ക് കാണാം അതിനകത്ത് പോലീസ് വണ്ടികളുടെ മേളിലൊക്കെ വണ്ടിയൊക്കെ കൊണ്ട് ഇടിച്ച് കയറ്റുക. അതൊക്കെ എന്നാ സംഭവം അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന പോലെ കാനഡ എന്ന് പറഞ്ഞാൽ ഒരു കുടിയേറ്റ രാജ്യമാണ്. പല നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയ ആൾക്കാരാണ് ഈ കാനഡയിലുള്ളത്. നമ്മളാണ് ഇതിൻ്റെ അവസാനത്തെ കണ്ണികൾ. ഇതിലെ ചില വീഡിയോസൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പാർക്കുകളിലൊക്കെ എന്തെങ്കിലും പബ്ലിക് പ്രോഗ്രാംസൊക്കെ സംഘടിപ്പിച്ചതിന് ശേഷം
അവിടെ മൊത്തം വൃത്തികേടാക്കുക, ഗാർബേജൊന്നും ക്ലീൻ ചെയ്യാറേ ഇല്ല, ഫുള്ള് അവിടെ മൊത്തം നശിപ്പിച്ച് ഇട്ടേക്കാണ്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ, ഇവിടെ ജനറേഷൻസായിട്ട് ജീവിക്കുന്ന ആൾക്കാർ കാണുമ്പോൾ അവർക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് കാനഡ അനുവദിച്ചു തന്നിരിക്കുന്ന ഫ്രീഡം നമ്മൾ മിസ്യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കാതിരിക്കുമ്പോൾ, അത് വയലേറ്റ് ചെയ്യുമ്പം, ഇത് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കാനഡ ഗവൺമെൻറ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങൾ പാസ്സാക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും നമ്മളെല്ലാവരെയും അഫക്റ്റ് ചെയ്യും. പ്രധാനമായിട്ടും നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ഒരു നല്ല ജീവിതം അവർ മുന്നിൽ കണ്ടുകൊണ്ട് അവരിങ്ങോട്ട് വരികയാണ്. ഇവർക്കൊക്കെ തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അത് ഒന്ന് സങ്കല്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ വന്ന് സ്റ്റുഡൻ്റായിട്ട് വരുന്നു, ഫാമിലിയോടെ കൊണ്ടുവരുന്നു, കുഞ്ഞുങ്ങളോടെ പഠിക്കുന്നു, പഠിത്തം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇവിടെ പാസ്സാക്കി എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ തന്നെയാണ്. വരും കാലങ്ങളിൽ ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീഡം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളിവിടെ വന്ന സ്റ്റുഡൻസിനൊക്കെ ഇവിടെ PR കിട്ടുവാനും അതുപോലെ സിറ്റിസണായിട്ടൊക്കെ അവർക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ പരിപാടികളൊക്കെ ഇൻഡോർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ കൾച്ചർ നമ്മൾ വിടണമെന്നല്ല, നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ വിട്ടുകളയണമെന്നല്ല. ഇതെല്ലാം നമ്മൾ ഇൻഡോറായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പബ്ലിക്കിനെ യാതൊരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇവിടുത്തെ പാർക്കുകളിലോ അതേപോലെ പബ്ലിക് പ്ലേസുകളിലോ എന്തെങ്കിലും രീതിയിൽ ഇവൻറ്റ് സംഘടിപ്പിക്കുകയാണെങ്കിൽ വളരെ മാന്യമായിട്ടും അതേപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും യാതൊരു വിധത്തിലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കണം. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ ആ സ്ഥലം ഫുള്ള് ക്ലീൻ ആയിരിക്കണം. നമ്മൾ പോയി കഴിയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഗാർബേജോ ട്രാഷോ ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന ഓരോ പ്രോഗ്രാംസും കാനഡയുടെ കൾച്ചറിനെ നശിപ്പിക്കുന്ന രീതിയിലാവാൻ പാടില്ല. നമ്മളെ നാടും വീടും നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വിട്ടിട്ട് നമ്മൾ ഈ കാനഡയിലോട്ട് കുടിയേറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാനഡ നമുക്ക് ഓഫർ ചെയ്യുന്ന സെക്യൂരിറ്റി ഫ്രീഡമാണ്. അതുപോലെ തന്നെ കനേഡിയൻ വാല്യൂസും കനേഡിയൻ നിയമങ്ങളും നമ്മൾ പാലിക്കും എന്ന് എഗ്രി ആയിട്ടാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ രാഷ്ട്രീയം, മതം, കൾച്ചർ ഇതെല്ലാം കൊണ്ട് ഇവിടെ സ്ഥാപിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. നമ്മുടെ കൾച്ചറും നമ്മുടെ മൂല്യങ്ങളും എല്ലാം നമ്മൾ വിട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് വരണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കനേഡിയൻ വാല്യൂസിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മുടെ വാല്യൂസ് ഇവിടെ കൊണ്ട് നമ്മൾ സ്ഥാപിക്കാൻ പാടില്ല. ഞാനിപ്പോൾ സംസാരിച്ച പല കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഈ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ഒരു അവയർനെസ് നൽകുന്നത് എൻ്റെ ഒരു കടമയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.